ഗായ്സ് ഇന്ന് എന്താണ് എസ്റ്റിമേറ്റ്, അതായത് ഇലക്ട്രിക്കലൊക്കെ വരുമല്ലോ, ഇലക്ട്രിക്കലിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ഓടി അടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, ആ എസ്റ്റിമേറ്റ് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്നല്ല ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം വെച്ചിട്ട് ഓട്ടോമേറ്റഡ് ആക്കിയിട്ട് എങ്ങനെ ഈ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എയിൻ്റെയിൽ കയറിയിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്ത്, അതായത് എസ്റ്റിമേറ്റിൻ്റെ ഒരു ഫയൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ആട്രിബ്യൂട്ട്സും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷന് മാത്രമാണ് ഈ ടൂള്. ഓക്കെ, എന്നിട്ട് ഈ എസ്റ്റിമേറ്റ് സെക്ഷൻ എടുക്കുക. അതിന് ശേഷം എസ്റ്റിമേറ്റിനൊരു ഹെഡിങ് ഒക്കെ കൊടുക്കുക. സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എസ്റ്റിമേറ്റിനൊരു ഹെഡിങ് കൊടുത്തു. ഞാനിവിടെ റീസ്റ്റോറേഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഹെഡിങ്ങിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏത് എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് വെറ്റ് ചെയ്ത് വന്നൊരു ഫയൽ ഉണ്ടാവുമല്ലോ, ആ ഫയൽ എക്സൽ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ ഞാൻ ആ എക്സൽ ഫയൽ ഒന്ന് കാണിച്ചു തരാം. എക്സൽ ഫയലിൻ്റെ ഫോർമാറ്റിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് എനിക്ക് വെറ്റ് ചെയ്ത് തിരിച്ച് വന്ന ഫയൽ. ഓക്കെ, അതായത് സ്പെഷ്യൽ ഓഫീസർ വെറ്റ് ചെയ്ത് വന്ന എക്സൽ ഫയലാണ് ഇത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കോളത്തിൽ എന്ത് വേണം, സീരിയൽ നമ്പർ വേണം. എ കോളത്തിൽ സീരിയൽ നമ്പർ ആയിരിക്കണം, ബി കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം, സി കോളത്തിൽ അതിൻ്റെ എമൗണ്ട് ആയിരിക്കണം. ഇതേ ഫോർമാറ്റിങ്ങിൽ കിട്ടണം. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ക്വാണ്ടിറ്റി യൂണിറ്റ് എന്നൊന്നും പറഞ്ഞിട്ട് വരാൻ പാടില്ല. പ്രോപ്പർ ഇതേ ഫോർമാറ്റിൽ കിട്ടണം. ഓക്കെ, ഇനിയിപ്പോൾ വെറ്റ് ചെയ്യാൻ അയക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ വെറ്റ് ചെയ്യാൻ അയക്കണം. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഏതാണോ വെറ്റ് ചെയ്ത് വന്നത്. എന്നിട്ട് എന്ത് കൊടുക്കുക, ഇതിൽ കാറ്റഗറി ഒക്കെ ഇവിടെ ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക. രണ്ടും ലേബർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നിർബന്ധമാണ്. രണ്ടും ലേബർ ആക്കിയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തു എന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് എസ്റ്റിമേറ്റ് ഐറ്റംസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്ത എക്സലിൽ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ടോ, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, റീൽ നോക്കിയിട്ടിരുന്നാൽ മതി. ഓക്കെ, ഇതാണ്. ഞാനിപ്പോൾ 2 ഐറ്റമുള്ള ഒരു എസ്റ്റിമേറ്റാണ് കൊടുത്തത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓടി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ 1.1615 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമല്ലോ, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോഗ്രാം ചെയ്യും. കണ്ടോ, അപ്പോൾ 2 ഐറ്റം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ആ എസ്റ്റിമേറ്റ്. ഇതിലെ റേറ്റ് ഉണ്ടോ, 17,900 കറക്റ്റാണ്. ഓക്കെ, മറ്റേൽ 4,500. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് എത്ര വലിയ എസ്റ്റിമേറ്റ് വേണമെങ്കിലും ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇതിൻ്റെ ഫോർമാറ്റിങ്. നേരത്തെ പറഞ്ഞ പോലെ എ കോളത്തിൽ സീരിയൽ നമ്പർ, ബി കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ, സി കോളത്തിൽ എമൗണ്ട്. ഇതേ ഒരു ഫോർമാറ്റിങ്ങിൽ ഈ സൈറ്റ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ.